അപ്പോൾ നമ്മളുടെ ഇത് കാണുന്ന പോലെ നല്ല കട്ടി തിക്ക് മയണൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുബൂസിൻ്റെ കൂടെയും ഗ്രില്ലിൻ്റെ കൂടെയൊക്കെ നല്ല രുചിയോടെ കഴിക്കും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മിഥുൻസ് കിച്ചൺ. നമുക്കിന്ന് എങ്ങനെയാണ് എളുപ്പത്തിൽ ഒരു 2 മിനിറ്റിൽ മയണൈസ് ആക്കുന്നതെന്ന് നോക്കാം. ശരിക്കും ക്ലാസിക്കൽ മയണൈസ് റെസിപ്പി നമ്മൾ എഗ്ഗ് വെക്കാണ് ഉണ്ടാക്കാറ്. സാധാരണ പൊതുവെ ഇവിടെയുള്ള ധാരണ എന്ന് വെച്ചാൽ എഗ്ഗ് വൈറ്റ് കൊണ്ടാണ് മയണൈസ് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ ശരിയായ മയണൈസിൽ എഗ്ഗ് യോക്കാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ ഡിജോൺ മസ്റ്റാർഡ് എന്ന് പറഞ്ഞ കടുകിൻ്റെ പേസ്റ്റും പിന്നെ ഒലീവ് ഓയിലും കൊണ്ടാണ് ക്ലാസിക്കൽ മയണൈസ് ഉണ്ടാക്കുന്നത്. നമുക്കിവിടെ നമ്മളെ നല്ല നാടൻ മയണൈസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളെ മയണൈസ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. മയണൈസ് ആക്കാൻ നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആദ്യമായിട്ട് മുട്ട, ഉപ്പ്, വിനാഗിരി, പെപ്പർ പൗഡർ, വെളുത്തുള്ളി, പിന്നെ റിഫൈൻഡ് ഓയിൽ. അപ്പോൾ നമുക്ക് മയണൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം വേണ്ടുന്നത് ഒരു മുട്ടേൻ്റെ മഞ്ഞയും വെള്ളയും എല്ലാം ഉപയോഗിക്കാം. വെറുതെ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 1/4 സ്പൂൺ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിച്ചിടണം, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. പിന്നെ 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് വിനാഗിരി. അത് നിങ്ങൾ പുളി അനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂണാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് നമുക്ക് ആദ്യമായിട്ട് നല്ല ഹൈ സ്പീഡിലൊന്ന് അടിച്ചെടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പകുതി എണ്ണ ഒഴിക്കാം. എന്നിട്ട് ഒന്നുകൂടെ നന്നായി അടിച്ചെടുക്കാം. ഏകദേശം ഇപ്പോൾ നമ്മളെ മയണൈസ് പകുതി കട്ടിയായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇത് കട്ടിയാവാനുണ്ട്. നമുക്കിതിലേക്ക് ബാക്കിയുള്ള എണ്ണയും കൂടി ഒഴിക്കാം. അപ്പോൾ നമ്മളുടെ ഇത് കാണുന്ന പോലെ നല്ല കട്ടി തിക്ക് മയണൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കുബൂസിൻ്റെ കൂടെയും ഗ്രില്ലിൻ്റെ കൂടെയൊക്കെ നല്ല രുചിയോടെ കഴിക്കാം. നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ മയണൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. വെറുതെ കടയിൽ പോയിട്ടൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.